ഈ പേപ്പർ വിശേഷങ്ങളിലേക്കാണ്. നോക്കാം ആദ്യത്തെ പേപ്പർ. ഇരുളിൽ അപായ ഭീഷണി, സുരക്ഷിതയില്ലാതെ സ്ത്രീകൾ എന്ന വാർത്തകളാണ് ആദ്യം. രാജ്യത്തുടനീളം എല്ലാ ജില്ലകളിലും ജില്ലാ സഹകരണ ബാങ്കുകൾ നിർബന്ധമാക്കാൻ കേന്ദ്ര മന്ത്രാലയം. രാംലല്ലയുടെ സ്റ്റാമ്പ് മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ആദ്യം ഉള്ളത്. ജില്ലാ സഹകരണ ബാങ്കുകളിൽ പുനഃസ്ഥാപിക്കാൻ ബാങ്കുകൾ നിർബന്ധമാക്കാൻ കേന്ദ്ര മന്ത്രാലയം നടപടി, നബാർഡിന് നിർദ്ദേശം എന്നൊരു വാർത്തയാണ് ഉള്ളത്. പിന്നീട് നടപ്പാക്കാൻ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ജില്ലാ ബാങ്ക് എന്നുള്ള തരത്തിൽ ഒരു തലക്കെട്ടുകൂടി ഉള്ള വാർത്തയാണ് പിന്നീടുള്ളത്. പിന്നുള്ള വാർത്ത രാംലല്ലയുടെ സ്റ്റാമ്പ് പുറത്തിറക്കി ഇന്ത്യയും ലാവോസും എന്ന ഉള്ള ഒരു വാർത്തയാണ്. അയോധ്യയിലെ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തെ ആദ്യ സ്റ്റാമ്പ് പുറത്തിറക്കി ഇന്ത്യയും ലാവോസും എന്നുള്ള ഒരു വാർത്ത. ഇന്നലെയാണ് ലാവോസിന്റെ. പിന്നീടുള്ളത് PM സൂര്യഭവനം കേരളം മൂന്നാമത് എന്നുള്ളൊരു തരത്തിലെ വാർത്ത. സ്ഥാപിച്ചത് 23,468 സോളാർ പ്ലാന്റ്. പിന്നീടുള്ളത് ഹൈക്കോടതിയുടെ ഒരു പരാമർശത്തെക്കുറിച്ചാണ്. ബാലവിവാഹ നിരോധന നിയമം മതഭേദമില്ലാതെ എല്ലാം നടപ്പാക്കും. നിയമം എല്ലാ വ്യക്തി നിയമങ്ങളിലും മുകളിലെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്ന തരത്തിലുള്ളൊരു പത്ര റിപ്പോർട്ടാണ് മനോരമയുടെ പേജിൽ വന്ന ഒരു വാർത്ത. അടുത്തതായി ബംഗ്ലാ തുറമുഖവും ഭാരതീയ നിയന്ത്രണത്തിൽ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ളൊരു വാർത്തയാണ്. ഇത് ജന്മഭൂമിയിൽ വന്ന ഒരു വാർത്തയാണ്. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖമായ മോംഗ്ല എന്ന ഒരു ചിത്രത്തോടൊപ്പമാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. മോദി സർക്കാരിൻ്റെ വിജയം എന്നൊരു അടിക്കുറിപ്പോടുകൂടി നൽകിയിട്ടുണ്ട്. അടുത്തതായി ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്തിന് ചെലവിട്ടത് 23 ലക്ഷം എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയാണ്. ഇത് ജന്മഭൂമിയിൽ വന്ന വാർത്തയാണ്. ചാണകക്കുഴിക്ക് 4.40 ലക്ഷം, നവീകരണത്തിനാകെ 1.80 കോടി എന്നുള്ള ഒരു അടിക്കുറിപ്പ് കൂടി നൽകിയിട്ടുണ്ട്.